അതേസമയം വിവിധ സംഘടനകൾ ഇപ്പോൾ സർക്കാരിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ആണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിം സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച പശ്ചാത്തലമുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭകളും നിലപാട് സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലം ആണ് ഉള്ളത്. ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, സഭയിൽ മദ്യനയം, അതായത് മദ്യനയമെന്ന് നമുക്ക് സാങ്കേതികമായി പറയാൻ സാധിക്കില്ല, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഘടനയിൽ വരുത്തിയിട്ടുള്ള മാറ്റം വലിയ തോതിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടവരുത്തുന്നുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെ അതിർത്തി പുകയുന്നുണ്ട്. മന്ത്രിസഭയ്ക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളുണ്ട്. അതിന് പുറമെയാണല്ലോ ഈ സഭകളും മറ്റ് സംഘടനകളുമൊക്കെ അവരുടെ നിലപാട് കടുപ്പിക്കുന്നതും സർക്കാരിന് തലവേദനയാകുന്നത്. തീർച്ചയായും വലിയൊരു തലവേദന തന്നെയാണ് അഭിലാഷ. പ്രത്യേകിച്ച് സഭകൾ, ഈ മുസ്ലിം സംഘടനകളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തോതിൽ UDF-നെ സഹായിച്ചവരാണ്. കഴിഞ്ഞ സർക്കാർ, അതായത് ക്ഷമിക്കണം, ഈ VD സതീശൻ എടുത്ത ശേഷം സർക്കാർ പ്രഖ്യാപിച്ച ഓരോ പരിപാടികളെയും ഓരോ ദിവസവും വാർത്താക്കുറിപ്പിലൂടെ അഭിനന്ദിക്കുന്നതാണ് ഓർത്തഡോക്സ് സഭയൊക്കെ ചെയ്തത്. പ്രത്യേകിച്ച് പ്രിയദർശിനി, സൗജന്യ യാത്ര, ഒപ്പം തന്നെ മറ്റ് പരിപാടികൾ, പ്രത്യേകിച്ച് വയോജന വകുപ്പ് രൂപീകരിച്ച അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അഭിനന്ദനം കുറിപ്പ് ഇറക്കിയവരാണ് ഓർത്തഡോക്സ് സഭയെ പോലുള്ളവർ. അവരാണ് പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ സർക്കാരിനെതിരെ തിരിയുന്നത്. അതായത് മദ്യനയത്തിൽ വെള്ളം ചേർക്കൽ, അതായത് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വെള്ളം ചേർക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം എന്നാണ് ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കുന്നത്. അതായത് ലഹരിയുടെ കാര്യത്തിൽ വീര്യം കൂടിയ ലഹരി, വീര്യം കുറഞ്ഞ ലഹരി എന്നൊന്നുമില്ല, എല്ലാം ലഹരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ വേണം അതിനെ കാണാൻ. വലിയ തോതിൽ മദ്യവ്യാപനത്തിന് കാരണമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുക എന്നും ഓർത്തഡോക്സ് സഭ പോലുള്ള സഭകൾ ചൂണ്ടിക്കാണിക്കുന്നു. KCBC മദ്യവിരുദ്ധ സമിതി സമാനമായ നിലപാട് സ്വീകരിച്ചിരുന്നു. മർത്തോമ സഭ, അങ്ങനെ വിവിധ സഭകൾ സ്വീകരിച്ചിരുന്നു. അതായത് പ്രതിപക്ഷം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന അതേ കാര്യം തന്നെ ക്രൈസ്തവ സഭകൾ ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാരിനെതിരെ ഒരേപോലെ അവർ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, സർക്കാരിനെ വലിയ തോതിൽ സഹായിച്ച സഭകൾ സർക്കാർ അധികാരമേറ്റ് 1 മാസം ആകുമ്പോഴേക്കും നേരെ തിരിയേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. തീർച്ചയായും സർക്കാരിനെതിരെ വലിയ സമ്മർദ്ദമാണ്. ഒപ്പം നിന്നവരെല്ലാം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം, VM സുധീരനെ പോലുള്ളവർ, ഇപ്പുറത്തെ സഭകൾ ഒക്കെ തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് സർക്കാരിന് വലിയ സമ്മർദ്ദം തന്നെയാണ്. ആ സമ്മർദ്ദത്തെ എങ്ങനെ അതിജീവിക്കും, അതോ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുമോ, ഇതൊക്കെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. അഭിലാഷ്. എന്തായാലും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സഭകളുടെയും അതോടൊപ്പം തന്നെ മറ്റ് സാമുദായിക സംഘടനകളുടെയും ഒക്കെ പ്രതികരണങ്ങൾ പുറത്തു വരുന്നത്. ഇതിനിടെയാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം കൂടുതൽ പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്യുന്നത്. DHS ആയിരുന്ന ഡോക്ടർ KJ റീനയുടെ സ്ഥലം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.